ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയിട്ട് വായിക്കുന്നു. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. 15-ാം വാക്യം വായിക്കാം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 2-ാം അധ്യായത്തിന്റെ 6-7 വായിക്കും. 2-ാം അധ്യായം 6-7. പ്രമാണികളായവരോ, അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്തിനായി പത്രോസിനൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടു. 14-ാം വാക്യം വായിക്കും. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? 20-ാം വാക്യം വായിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കാം. ഞാൻ ദൈവത്തിന്റെ കൃപ വാക്കുന്നില്ല. 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാറ്റെയും പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഞാൻ എല്ലാ വാക്യങ്ങൾ വായിപ്പിച്ച് പറയുമ്പോ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ സ്റ്റാർട്ടിങ് പറയുന്നത് മനുഷ്യരെന്നല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തു അവനെ മരിച്ചിടുന്ന ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ്. ഇപ്പൊ പൗലോസിനെ അപ്പോസ്തലനാക്കിയത്, പൗലോസിനെ ശുശ്രൂഷനാക്കിയത്, പൗലോസിനെ വേർതിരിച്ചത് ഒരു മനുഷ്യനല്ല.
അപ്പം ദൈവം തന്നെയാണ് വേർതിരിച്ച്, ദൈവം തന്നെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്, ദൈവം തന്നെയാണ് അപ്പോസ്റ്റലനാക്കി മാറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയണേ, ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ വേർതിരിച്ച ആരാണ്? ചിലപ്പോ സുവിശേഷം പറയാനായിട്ട് കാരണമായി കാണും, അല്ലെങ്കിൽ എന്താ പറയാ, പക്ഷേ നമ്മളെയൊക്കെ, എനിക്ക് എന്റെ ജീവിതത്തിൽ പറയാനുള്ളത്, എനിക്കിത് കൃത്യമായി ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം മനുഷ്യനല്ല, ഒരു വ്യക്തിയോ അല്ല, ഒന്നുമല്ല. അല്ല, ദൈവം തന്നെയാണ് എന്നെ വിളിച്ചതും, ദൈവം തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്ത്, ദൈവം തന്നെയാണ് എന്നെ വേർതിരിച്ചത്. അല്ല, കാരണം എന്നോട് ആരും മനുഷ്യൻ സുവിശേഷം പറഞ്ഞിട്ടല്ല ഞാൻ കർത്താവിലേക്ക് വന്നത്. അല്ലെ, അപ്പൊ അതുകൊണ്ട് നമ്മളെ വിളിച്ചത് ദൈവമാണ്, നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദൈവമാണ്. നമ്മളെ എപ്പോഴൊന്നും അല്ല, ലോകസ്ഥാപനത്തിൽ അല്ലെ അമ്മയുടെ ഉദരത്തിൽ ഗുരുവാകുന്നതിന് മുമ്പ് ദൈവം കണ്ടവരാണ്, നമ്മളെ വേർതിരിച്ചവരാണ്. അപ്പൊ ദൈവമാണ് നമ്മളെ ഇത് ഏൽപ്പിച്ചതെങ്കിൽ നമ്മൾ ദൈവത്തോട് മാത്രമാണ് വിശ്വസ്തരായിരിക്കേണ്ടത്. ആ ദൈവത്തിന്റെ വചനത്തെ, അല്ലെങ്കിൽ ദൈവം അറിയിച്ച സുവിശേഷത്തെ, ദൈവം നമുക്ക് തന്ന ഉത്തരവാദിത്വം, ദൈവം നമുക്ക് തന്ന ശുശ്രൂഷയെ ആരത് മാറ്റി ചെയ്യാൻ പറഞ്ഞാലും അവിടെ നോ പറയാനുള്ള ഗട്സ് നമുക്ക് ഉണ്ടാകണം. കാരണം ഇത് ഏൽപ്പിച്ചത് ആരാണ്? എനിക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു ജോലി തരുന്നെങ്കിൽ ആ ജോലി ഹാലില്ലേ നമുക്ക് തരുന്ന നമ്മുടെ മുതലാളി ചിലപ്പോൾ വേറെ വല്ല രാജ്യത്തുവാ. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ അവരൊക്കെ ഇറാനിയൻസ്, അവരൊക്കെ വേൾഡ് മൊത്തം പറന്ന് നടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കമ്പനിയിലൊന്നുണ്ട്. അപ്പൊ കമ്പനിയിൽ നമ്മുടെ ഞാൻ ചെല്ലുമ്പോൾ എന്റെ മുകളിൽ ആളുണ്ട്, ഹല്ലേലൂയ. അപ്പൊ അവരൊക്കെ ഇരുന്നിട്ട് നമ്മളോട് അത് ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലൊക്കെ അതിൽ നീതിയല്ലാത്ത ന്യായമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. കാരണം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞാൽ ചെയ്യില്ല എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് ശമ്പളം തരുന്നത് അവരാരുമല്ല. എനിക്ക് ശമ്പളം തരുന്നത് എന്നെ അപ്പോയിന്റ് ചെയ്ത എന്റെ ആ കമ്പനിയുടെ ഓണറാ ശമ്പളം തരുന്നത്. നമ്മുടെ മേല് പക്ഷെ നമ്മളുടെ ആരെങ്കിലും ഒക്കെ അവിടെ ഒക്കെ ഉണ്ടാവും, പക്ഷെ അവരെ നമ്മൾ എതിർക്കുന്നല്ല, പക്ഷെ ന്യായമല്ലാത്തൊരു കാര്യമല്ല. അതുപോലെ നമ്മളെയൊക്കെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ ലോകത്ത് ചിലപ്പോൾ നമ്മൾ IPS-ലോ ചർച്ച് ഓഫ് ഗോഡിലോ AG-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് സഭയിലോ എവിടെയെങ്കിലൊക്കെ അംഗത്വമുള്ളവരായിരിക്കും നമ്മളൊക്കെ. പക്ഷേങ്കില് ഈ അംഗത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും നമുക്ക് വേണ്ടി, ഇവരാരും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല. മരിച്ച കർത്താവ് യേശു ക്രിസ്തു സ്വന്തം രക്തം കൊണ്ട് നമ്മളെ വിലക്ക് വാങ്ങിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവെന്ന ഹാലേലിയ ആ പരിശുദ്ധാത്മ നമുക്ക് തന്നതും തന്ന ആരെ? പിതാവാൻ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമ്മളിലേക്ക്, അത് പിതാവിന്റെ ഇഷ്ടപ്രകാരം അതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശുശ്രൂഷകരാക്കി മാറ്റുന്നതും അഭിഷേകം ശക്തി നമുക്ക് തരുന്നതൊക്കെ ദൈവമാണ്. ഹാലേലിയ. ആ ദൈവം അത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്താൽ പറയുന്ന, ദൈവം പറയുന്ന അല്ലാത്തൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഹാലേലൂയ. അതിപ്പോ എത്ര വലിയ പാസ്റ്റ് പറഞ്ഞാല്, എത്ര ഞാൻ പറയുന്നത്, എത്ര ഫേമസ് ആയിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പാസ്റ്റ് ആണെങ്കിലും ദുരുപദേശം പറഞ്ഞ് ദുരുപദേശം ആണെന്ന് തന്നെ പറയും. അല്ലെ, അതിനകത്ത് ഒരു വ്യത്യാസം വരില്ല. നമ്മൾ ആരും വിട്ടുവീഴ്ചയും ചെയ്യില്ല. കാരണം വെച്ചാൽ നമുക്ക് ദുരുപദേശമായിട്ട് പരിശുദ്ധാൻ നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞാൽ അത് ദുരുപദേശം തന്നെ. പരിശുദ്ധാൻ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നീ അത് പാടരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് പാടത്തില്ല. ഇത് ആര് പാടിയിരിക്കുന്നോ, ആരെഴുതിയിരിക്കുന്നോ, ആരാണ് മ്യൂസിക് ചെയ്തതൊന്നും അല്ല അതിനകത്ത് ഇമ്പോർട്ടൻസ്. ദൈവം നമ്മളോട് നോ പറഞ്ഞു, നമുക്കത് നോയാ. അതെ, കൂടെ ബാക്കി അവര് പാടുന്നു, ഇവര് പാടുന്നു, അവര് ചെയ്യുന്നു, ഇവര് ആര് വേണമെങ്കിലും പാടിക്കട്ടെ, പക്ഷെ ഞാൻ പാടത്തില്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞു ഞാൻ പാടത്തില്ല. അതാണ് എന്റെ പോളിസി, അത്രയും തന്നെയുള്ളൂ. ഹാല, ഞാൻ അതുകൊണ്ട് കർത്താവ് ദൈവം പറയുന്ന അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യത്തില്ല. ഹാലയില്ല. അതിനകത്ത് ഇനി എന്തൊക്കെ ആൾക്കാർ, ഞാൻ പറഞ്ഞിരിക്കെ നമ്മുടെ വേറൊരു പാസ്റ്ററിനോട് പറഞ്ഞു, ഇതാ ഇന്ന പാസ്റ്റ് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് പുള്ളി പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ആര് പഠിപ്പിച്ചു? ചരിത്രം. ഞാൻ പറഞ്ഞു, ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ ആര് പഠിപ്പിച്ചെന്നാലും ദൈവത്തിന്റെ വചനത്തിൽ കൃത്യമായിട്ട് അതിന് റെഫറൻസ് ഉണ്ട്. ദൈവത്തിന്റെ വചനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടെന്ന് പറഞ്ഞെങ്കിലേ ദാവീദ് ഇശായുടെ അഡൾട്ടറി ചൈൽഡ് അല്ല, ഇശായുടെ സ്വന്തം മകൻ തന്നെയാണെന്നുള്ളതിന് തെളിവ് അതാണ്. അതുകൊണ്ട് ഇനിയിപ്പോ എന്തൊക്കെ ഈ കുറെ ലിങ്ക് ഒക്കെ, ഈ ലിങ്കിൽ എന്തൊക്കെ നിങ്ങൾ അയച്ചെന്ന് ഞാൻ അതൊന്നും വിശ്വസിക്കത്തില്ല. കാരണം വചനത്തിൽ അങ്ങനെ ഒരു വാക്യം അവിടെ എഴുതി വെക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഇശായുടെ മോനല്ല, അല്ലാതെ അങ്ങാണ്ട് അഡൾട്ടറി ചൈൽഡ് ആണ്. അതുകൊണ്ടാണ് ഇശായെ കാട്ടിലേക്ക് പറഞ്ഞിട്ട് ഇളയ മകനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും തെറ്റുവരും, പരിശുദ്ധാത്മാ എഴുതപ്പെട്ട വചനം തെറ്റത്തില്ല. അപ്പൊ അതുപോലെ ഇവിടെ നമ്മുടെ അപ്പോസ്തലനായ പൗലോസിനെ ആക്കിയേക്കുന്നത്. പൗലോസ് പറഞ്ഞ എന്നെ ദൈവമാണ് എന്നെ അപ്പോസ്തലത്തെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൗലോസ് സകലയിടത്തും കുറവുകൾ കാണുന്നിടത്ത് ഹാലില്ല, ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ, ആരുടെയും മുഖം നോക്കാതെ ധൈര്യത്തോടു കൂടി നിന്ന് ഇത് പറയാം. അപ്പൊ പൗലോസിന് ഒരു ബോധം ഉണ്ടായിരുന്നു, എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നവൻ ഒരു മനുഷ്യനല്ല, സർവജ്ഞാനിയായവൻ, സർവശക്തനായവൻ, സർവവ്യാപിയായവൻ. ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താ ചിന്തിക്കാൻ പോകുന്നതെന്ന് അറിയുന്ന, ചിന്തനങ്ങളെ പോലും വിവേചിക്കുന്ന ഒരു ദൈവമാണ് എന്നെ ഇത് ഏൽപ്പിച്ചത്. ആ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ചെറുതാകട്ടെ വലുതാകട്ടെ, ഇത് നമുക്ക് തന്ന ദൈവത്തെ കുറിച്ചൊരു ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാണ്. ആ ദൈവം ആരാണെന്നും, ഹല്ലേലൂയ, ആ ഒരു വിഗ്രഹം അല്ല എന്നും, നമ്മള് മനുഷ്യന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തിന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല എന്നൊരു ബോധം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാണ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ പറയുന്നത്,
ഗലാത്യ സഭകൾക്ക് എഴുന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പം കർത്താവ് യേശുക്രിസ്തു ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവാണ്. അതിനുശേഷം അവിടെ പറയാം, ഇവിടെ പൗലോസ് പറയുന്നതാണ്, നീ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു. ഹാലല്ലാരും നമ്മളെ വിളിച്ച ദൈവം നമ്മളെ വിളിച്ച് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിൽ അറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പൊ അന്നും ഉണ്ടായിരുന്നു വേറെ സുവിശേഷം, ദുരുപദേശമൊക്കെ. അതുകൊണ്ട് അത് കേട്ടിട്ട് അതിലേക്ക് മറിയുന്നതിനെ കുറിച്ച് ഓർത്ത് ഇത്ര വേഗത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ എടുത്ത് പറയുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ പോയി വരച്ചു കാട്ടി നിങ്ങൾ ശുദ്ധം ചെയ്ത് മയക്കിയതാരെന്ന് ചോദിക്കുന്നു പൗലോസ്. ഇവിടെ പറയുന്നത് വേറൊരു സുവിശേഷം നിങ്ങൾ ഇത്ര വേഗത്തിൽ മറിച്ചു പോകുന്ന ഞാൻ ആശ്ചര്യപ്പെടും. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളമിച്ചിരിക്കുന്നു എന്നത്രേ. അപ്പൊ വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ കലക്കിയിട്ട് നമ്മളെ ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളയിച്ചു. അപ്പം പലരിലൂടെയും മറ്റു ദുരുപദേശങ്ങൾ വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അത് മറ്റൊരു സുവിശേഷമായിട്ട് മറ്റൊരു ക്രിസ്തുവിനെ ഇവിടെ വരച്ചു കെട്ടാനൊന്നും അല്ല അവർ വരുന്നത്. എങ്ങനെ ഇതിൽ നിൽക്കുന്നവരെ കലക്കി കളയണം, അല്ലെങ്കിൽ നമ്മളെ കുറെ പേരെ ഇതിൽ മറിച്ച് മാറ്റണം. അതിനു വേണ്ടിയിട്ട് അപ്പം കുറെ ആൾക്കാരെങ്കിലും രണ്ട് സൈഡ് പക്ഷം പിടിക്കാൻ പോകുമല്ലോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ നാട്ടിൽ പറയും അമ്മയെ തല്ലാൻ 2 വർഷം ഉണ്ടെന്ന് പറയുന്ന കണക്ക് 2 വർഷത്തേക്ക് ആൾക്കാർ കുറെ പേര് സപ്പോർട്ട് ചെയ്യും, കുറെ പേര് ഒപ്പോസ് ചെയ്ത് സംസാരിക്കും. അപ്പൊ കുറെ പേരെങ്കിലും അവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടാനായിട്ട് ശ്രമിക്കുന്ന വെച്ചാൽ ക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ തന്നെയാണെങ്കിലും ഒരു ദുരുപദേശം കൊണ്ടുവന്ന് അവിടുന്ന് പിടിച്ചു മാറ്റി ഇപ്പുറത്ത് പിശാചിന്റെ സൈഡിലേക്ക് ആക്കാൻ പറ്റും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം കർത്താവ് പറഞ്ഞേക്കുന്നത്, അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്, ഞങ്ങളാകട്ടെ ഇനി സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനം എടുത്ത് വളച്ചൊടിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഒരു മുന്നറിയിപ്പായിരിക്കണം. ഹാലയിലെ കാരണം ദൈവത്തിന്റെ വചനത്തെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിക്കാനുള്ളതല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരാ. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഹാലേലൂയ, അതൊക്കെ ഏത് തിയറിയിലാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പലരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ബൈബിൾ ഉണ്ടോ, എവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആയി പോകും. ഹല്ലേലൂയ. അപ്പം ഇതാണ് അതിനുശേഷം പറയുന്നത്, ഞാൻ മനുഷ്യരെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു, അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. അപ്പൊ മനുഷ്യരെയാണോ ദൈവത്തെയാണോ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്? അപ്പൊ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ പറ്റത്തില്ല. കാരണം യേശു കർത്താവിനെ പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെ മാമോനെ ഒരുപോലെ സേവിക്കാൻ പറ്റത്തില്ല. ആരുടെയെങ്കിലും ഒരാളുടെ ദാസനായിരിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ ദൈവത്തെ പ്രസാദിപ്പിച്ച ദൈവത്തിന്റെ ദാസൻ, മനുഷ്യരെ പ്രസാദിപ്പിച്ച മനുഷ്യന്റെ ദാസനാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആര് ഭയപ്പെടുന്നു അവരുടെ ദാസനായി തീരുമെന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവത്തെയാണ് ഭയപ്പെടുന്നതെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ ഇന്ന് പറയുന്ന മെസ്സേജ് വേറൊന്നുമല്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് പൗലോസിനെ വേർതിരിച്ചത് ശുശ്രൂഷ ഏൽപ്പിച്ച് ദൈവമാണ്. അതുകൊണ്ട് പൗലോസ് എപ്പോഴും ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ അതുപോലെ കുറച്ച് വാക്യങ്ങൾ വായിപ്പിച്ചു. അപ്പൊ പൗലോസ് അവിടെ എല്ലാം പറയുന്ന കാര്യം മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്യണം. ദൈവം ഹല്ലേലൂയ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകത്തില്ല. ഈ ഒരു കാര്യത്തിലാണ്. അതാണ് ഞാൻ കുറച്ച് വാക്യങ്ങൾ വായിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം. അടുത്ത പറയുന്ന 15-ാം അധ്യായം സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ അത്രയും പ്രാപിച്ചു. അടുത്ത പറയുന്നത്, ഞാൻ നിങ്ങളോട് അറിയിച്ചത് സുവിശേഷം മാനുഷ്യമല്ല, മനുഷ്യരെന്ന് പഠിച്ചതും അല്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ പ്രാപിച്ചത് അത്രേ. ഹല്ലേലൂയ. ഇന്ന് പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ഹല്ലേലൂയ ബൈബിളിൽ നിന്നും ബൈബിൾ കോളേജിൽ പോയി പലരുടെ പ്രസംഗം കേട്ടും നമ്മള് പലരും പഠിപ്പിച്ചും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നല്ല പഠിച്ചേക്കുന്ന ഹല്ലേലൂയ യേശുക്രിസ്തു വെളിപ്പാടിനാൽ പ്രാപിച്ചത് എഴുതി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നതൊക്കെ വെളിപ്പാടിനെ പ്രതി. അതുകൊണ്ട് മനുഷ്യനാൽ പഠിച്ചതല്ല, അതുകൊണ്ട് മാനുഷികമല്ല. ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഒരു വാക്ക് പോലും മാനുഷികമല്ല. അദ്ദേഹത്തിന്റെ ജഡത്തിൽ നല്ല പറഞ്ഞേക്കുന്ന ദൈവത്തെ പ്രാപിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ഞാൻ ദൈവത്താൽ
ദൈവം അപ്പോസ്റ്റലാക്കി മാറ്റി, അല്ലെങ്കിൽ ദൈവം അപ്പോയിന്റ് ചെയ്തതാണെന്ന് പറയുന്നതിന്റെ കാര്യം അതാ. കാരണം ആരും മനുഷ്യർ കൊടുത്ത ശുശ്രൂഷയല്ല, മനുഷ്യൻ വിളിച്ചതല്ല, മനുഷ്യൻ വേർതിരിച്ചതല്ല, ദൈവം തന്നെ വേർതിരിച്ച് ദൈവം തന്നെ അപ്പോസ്റ്റൽ. അപ്പൊ ഇപ്പോൾ പറയുന്നത് ഞാൻ അറിയിച്ച സുവിശേഷം അതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. മനുഷ്യരാൽ നിന്ന് പ്രാപിച്ചതല്ല, ദൈവത്തിൽ നിന്ന് വെളിപ്പാടിനാൽ പ്രാപിച്ച. അടുത്ത പറയുന്ന 15 തുടങ്ങി പറഞ്ഞ്, എങ്കിലും എന്റെ ജനനം തന്നെ വേർതിരിച്ച് എന്റെ കൃപയാൽ വെച്ച് ദൈവം തന്റെ പുത്രനെ കുറിച്ച് സുവിശേഷം ഞാൻ ജാതികളെ അറിയിക്കണം അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങൾ ആലോചിക്കുക എനിക്ക് മുമ്പ് അപ്പോസ്റ്റലന്മാരെ അടുത്ത് ജെറുസലേമിലേക്ക് പോവുകയും ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമാസ്കസിൽ മടങ്ങി വരികയും ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം. പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണാൻ പറ്റിയത്. കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ എഫെസിലെ ഇതിലേക്ക് എത്തുമ്പോൾ പറയും, അമ്മ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ട ദൈവം. ഹല്ലേലൂയ. ഇവിടെ എന്റെ ജനനം മുതൽ. അപ്പം ഇവിടെ പറയുന്നത് എന്റെ ജനനം മുതൽ ഞാൻ ഡെമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ചൊക്കെ ആയിരിക്കും കണ്ടുമുട്ടെ, പക്ഷെ ഞാൻ ജനിക്കുന്ന സമയം തുടങ്ങി ദൈവം എന്നെ വേർതിരിച്ചതാണ്. എന്നിട്ട് ആ വേർതിരിച്ച ദൈവം ഹല്ലേലൂയ ആമേൻ വിളിച്ച് കൃപയാൽ വിളിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എന്നിട്ട് എന്താ പറയാ, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് എന്നെ പ്രസാദിച്ചപ്പോ എന്ത് ചെയ്യാ, ഞാൻ മാംസരക്തങ്ങളോടൊന്നും ആരോടും പോയി അഭിപ്രായം ചോദിച്ചില്ല. അയ്യോ എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ, കർത്താവ് എന്നോട്, അല്ലെങ്കിൽ ഞാൻ സുവിശേഷം കേട്ടായിരുന്നു കേട്ടോ, ഞാൻ രക്ഷിക്കപ്പെടാൻ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ കർത്താവിന് വഴി പൊക്കോട്ടെ എങ്കിലും ചോദിക്കാനായിട്ട് അങ്ങോട്ടൊന്നും പോയതുപോലും ഇല്ല. അതുപോലെ തന്നെ അന്നേരത്തെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു, ഇപ്പം കർത്താവിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ട്, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ആരെങ്കിലും വിളിച്ചു, നമ്മൾ അടുത്തൊരു സ്നാനമൊക്കെ ചെയ്താണെങ്കിൽ പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണം പറഞ്ഞു പാസ്റ്റർ വിളിച്ച് പറഞ്ഞ പോയി സ്നാനപ്പെട്ട ആ സഭയിൽ പോയി ചേരും അല്ലെ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അവിടെ എന്താ പറയാ, അപ്പോസ്തലൻ അന്നത്തെ വലിയ സെൻട്രൽ പാസ്റ്ററിലെ അപ്പോസ്തലായിരിക്കുന്ന ആദ്യത്തെ ബിഷപ്പായിരിക്കുന്ന പത്രോസിന്റെ അടുക്ക പോലും പോയില്ല. ആളെന്ത് ചെയ്ത് ദമസ്കോസിൽ വെച്ച് സ്നാനപ്പെട്ടു, നേരെ അറബ് നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഡെമസ്കോസിലേക്ക് തന്നെ മടങ്ങി വന്നു. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാ അറബി നാട്ടിലേക്ക് 3 വർഷം കഴിഞ്ഞാൽ വന്നേക്ക് നമുക്കറിയാൻ പറ്റും. അപ്പൊ പോയിട്ട് എന്താ ചെയ്തേ, അവിടെ പോയിരുന്നിട്ടാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. മനുഷ്യനെ പ്രാപിക്കാൻ അവർ പിന്നാലെ ഒന്നും പോലെ. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എന്താ, പാസ്റ്റർമാരെ ബാഗ് പിടിച്ചെടുക്കും, പാസ്റ്റർമാരെ ബൈബിൾ പിടിച്ചെടുക്കും, പാസ്റ്റർമാരെ അപ്പൊ ഇത് വെച്ചാൽ അവർ കൂടെ നടന്ന് കുറവാണല്ലോ പറഞ്ഞത്. അത് നല്ല കാര്യമൊക്കെ തന്നെയാണ്, കാര്യമില്ല. പക്ഷേ ഇവരെ പൗലോസപ്പോസ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ പത്രോസിന്റെ ബാഗ് പിടിക്കാനൊന്നും പോയില്ല. ഹാലേലൂയ. നേരെ അറബി നാട്ടിൽ പോയി. അല്ലെ നമ്മുടെ വേണുപ്പാസ് പറയുന്നത് അതിനകത്ത് ഒരു കണക്ട് ഉണ്ട്. കാരണം വേണുപ്പാസ് പണ്ട് ഒമാന് വന്നപ്പം പണിയും പോലെ തകിടടിക്കുന്ന 800 ദിനം 80 റിയാൽ അത്ര വളരെ ചെറിയ സാലറിയുമായിട്ട് വന്ന ലേബറായിട്ട് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ രാത്രിയാകുമ്പോൾ ഈ പെയിന്റ് അടിക്കുമ്പോഴൊക്കെ ഇടുന്ന പേപ്പറുകളെല്ലാം പറക്കിയെടുത്തിട്ട് അതും കൊണ്ട് അന്ന് താമസിക്കുന്ന റൂം ഒരു ഇങ്ങനെ ബങ്കർ ബെഡൊക്കെ ഇട്ട് 4 പേരോ 6 പേരോ അങ്ങനെ താമസിക്കും. അപ്പൊ അതിനകത്ത് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ശ്രീലങ്കനും അവരൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഉണക്കമീനും മറിച്ചിലും അവര് കണ്ടുപിടിക്കൽ ഇതൊക്കെയാണ്. പുള്ളിക്ക് ബുദ്ധിമുട്ടല്ല, പാസ്റ്റർ എനിക്ക് ബുദ്ധിമുട്ടില്ല പ്രാർത്ഥന, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പം ഈ പേപ്പറൊക്കെ പറക്കൊണ്ട് അവിടെ മരുഭൂമിയിൽ ചില മുൾച്ചെടി പോലെ ഉണ്ടല്ലോ, അതിനടിയിൽ കൊണ്ട് ഇത് വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പാതിരാത്രി ഒരു അന്യഭാഷ പറയും. ഹല്ലേലൂയ. അന്യഭാഷ അന്യഭാഷ പ്രാർത്ഥന തകിടടിക്കുന്ന ജോലി ചോദിച്ചു വാങ്ങി. അപ്പം ജോലി ചെയ്തോണ്ടെങ്കിൽ അന്യഭാഷ പറയുമ്പോൾ ആരും കേൾക്കത്തില്ല, അതിന് വേണ്ടിയിട്ട് ആ ജോലി ഇത് തന്നെയായിരുന്നു. അപ്പൊ ഇത് ആ പോയിരുന്ന് നമ്മൾ വിചാരിക്കും അവിടെ പോയി അന്യഭാഷ പറയുന്നതേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ സമയത്തൊക്കെ ദൈവം പകരുകയാണ്, ദൈവത്തിന് പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ അറബി നാട്ടിലേക്ക് പോയിട്ട് ആരെയും കൂട്ടുപിടിക്കാൻ, ആരുടെയും കൂട്ടിരിക്കുക. നമ്മളൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് ഒരു സുഖമില്ല സിസ്റ്റർ, അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങ് പറ്റുന്നില്ല. ആരെങ്കിലും കൂട്ടിന് ഒരാളോടെങ്കിലും പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊക്കെ നമ്മുടെയൊക്കെ. പക്ഷെ പൗലോസ് അവിടുന്ന് എല്ലാം വിട്ടിട്ട് ആരും ഇല്ലാത്ത അറബി നാട്ടിൽ പോയിരുന്നു. ഹല്ലേലൂയ. കാരണം ഒറ്റയ്ക്ക് ഇരിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ. കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ പകരപ്പെടും, പക്ഷെ നമ്മൾ വ്യക്തിപരമായി ഞാൻ വ്യക്തിപരമായി പ്രാപിച്ചാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബൈബിളിലൊരു വചനമുണ്ട്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്കുണ്ട്, ഞാൻ അവള് കൃത്യമായി സംസാരിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ അന്ന് എടുത്തേക്ക് എംബേഴ്സ് കൊണ്ട് സൈഡിലൊരു ഫ്ലാറ്റ്, അവിടുന്ന് അന്നൊന്നും അത്ര ഡെവലപ്പ് ആയില്ല, കുറച്ച് ബിൽഡിങ്ങുകൾ ഓപ്പൺ ആയുള്ളൂ. അതിനകത്ത് ഒരു 4 ബെഡ്റൂം ഹോളൊരു ഫ്ലാറ്റ്, വലിയ ഫ്ലാറ്റിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് മാത്രം. വേറെ ആരും ഇല്ല സംസാരിക്കാം. അപ്പൊ കർത്താവിനോട് സംസാരിക്കുക അല്ലാതെ അതിനകത്ത് തന്നെ ആ 1-ാം തീയതി മെയ് 1-ാം തീയതി അവിടെ ചെന്ന് മെയ് 5-ാം തീയതി സ്നാനപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പം അവിടെ ആ ഫ്ലാറ്റിൽ 1 വർഷം ഞാൻ അവിടെ താമസിച്ചു. ഈ 1 വർഷക്കാലം എനിക്ക് മിണ്ടാനും പറയാനും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഞാൻ ദൈവത്തോട് തന്നെ സംസാരിച്ച് അവിടെ നിന്ന് പ്രാപിച്ചതാണ് എല്ലാം. ഹല്ലേലൂയ. എല്ലാം സൂപ്പറായിട്ട് പാട്ട് എടുത്തു തുടങ്ങിയിട്ട് എല്ലാ ശുശ്രൂഷയും അവിടെ നിർത്തിയ ചെയ്തതിനെ കൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അല്ലാതെ ജോലിയൊക്കെ ആയിട്ട് വലിയ ബിസി ആയിട്ടിരുന്നെങ്കിൽ മിനിയെ കിട്ടത്തില്ല, എല്ലാത്തിനും ഒഴിവാക്കി എല്ലാം കളയിച്ച് അവിടെ കൊണ്ട് നിർത്തി ഹല്ലേലൂയ കൃത്യമായി സംസാരിച്ച് ദൈവം. അതുപോലെ
പൗലോസ്. അപ്പൊ ഞാൻ പറയാം, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുന്നത് തന്നെയാണ് പ്രാപിക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് പകരപ്പെടും അവരിലൊക്കെ അഭിഷേകം. പക്ഷെ അതുപോലും നമ്മളെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ അത് ജ്വലിപ്പിക്കാനാണ്. ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളായി എനിക്കത് അതിനകത്തൊരു വീഴ്ച വന്നിരുന്നു. പക്ഷെ അത് ദൈവാത്മ എനിക്ക് വെളിപ്പെടുത്തിയോണ്ട് ഞാൻ വീണ്ടും പേഴ്സണൽ പ്രയറിലേക്കൊക്കെ കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ അപ്പൊ അതുകൊണ്ട് ഞാൻ യെരുശലേമിലേക്ക് പോയി ചെയ്ത നേരെ അറബിയിലേക്ക് ദമസ്കോസിലും മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് തൊട്ട് താഴെ 3 ആണ്ട് കഴിഞ്ഞ ശേഷം പത്രോസെ കാണാന്ന് വെച്ച് എന്നിട്ടും കാണാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 3 വർഷം കഴിഞ്ഞ് അറബി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത 2-ാം അധ്യായത്തിൽ കുറെ പ്രമാണികളെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന ശേഷം അവിടെ പറയുന്നത് പ്രമാണികളെ പണ്ട് എങ്ങനെയുള്ള ആയിരുന്നു എനിക്ക് ഏതുമില്ല. അപ്പൊ പ്രമാണിയായിട്ടുള്ളവരെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവര് എങ്ങനെയുള്ള എനിക്ക് അവർ ഏതുമില്ല. അവർ ആരാന്ന് പറഞ്ഞാലും പറയത്തില്ല. ഇപ്പൊ കൊമ്പത്താന്ന് എനിക്കൊരു വിഷയമില്ല. എന്നിട്ട് പറയുന്നുണ്ട് പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ അവരെയൊക്കെ ഭയപ്പെടുന്നു? അവരാരും എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ട്. ഇന്നാണെങ്കിൽ ആൾക്കാർക്ക് ഭയവാ. ഹാലയിലെ കാരണം വെച്ചാൽ ഇവരെല്ലാരും ഭയമാണ്. പക്ഷേ ദൈവത്തിന്റെ അഭിഷേകം ഉള്ള ഒരു മനുഷ്യൻ ആരെയും ഭയക്കണം. ഞാനൊരിക്കൽ നമ്മുടെ നാട്ടില് കേരളത്തിലൊരു പാസ്റ്റർ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ബ്ലാക്ക് കാറ്റ്സ് പോലെ 2 സൈഡ് 2 പേരൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നമ്മളെ കമ്പനിയൊക്കെ ഉള്ള സമയം അവരെ ഞാൻ എന്താണ് ഈ പാസ്റ്റർക്ക് 2 എസ്കോട്ടൊക്കെ ചോദിച്ചു. അപ്പൊ അത് പിന്നെ ഒരു ദിവസം അവിടെ എങ്ങാണ്ട് വെച്ചിട്ട് ആരാണ്ട് ആക്രമിക്കാൻ ചെന്നത്. ഞാൻ പറഞ്ഞു അയ്യോ കഷ്ടമായി. ഇപ്പൊ 2 പേര് എസ്കോട്ട് നിന്നപ്പോ ആക്രമൊക്കെ ഞാൻ പറഞ്ഞേക്കുന്ന മിനിമം ഒരാൾക്ക് 2 ദൂതം കൂടെ ഉണ്ടാവുന്ന അല്ലെ, ഒരു ദൈവവൈതലിലൂടെ മിനിമം 2 ഏഞ്ചൽസ് കൂടെ ഉണ്ടാവും. കൂടുതലുള്ളവരുണ്ടാവും. 1 ഏഞ്ചല് അശൂർ പാളയത്തേക്കര എത്ര പേരെ കൊന്നെന്നാ പറഞ്ഞത്? ഹല്ലേലൂയ. ഈ 2 ഏഞ്ചൽസിനെക്കാട്ടി വലുതാണ് 2 സൂട്ടും കൊണ്ടിട്ട് 2 പേര് കൂടെ നിൽക്കുമ്പോ. അപ്പൊ അത് പ്രൊട്ടക്ഷൻ വേണ്ടിയൊന്നുമല്ല, ആൾക്കാർ മുമ്പ് ജാട് കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊണ്ടു നടക്കുന്നത്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അല്ലാതെ ഞാൻ പറയും പ്രൊട്ടക്ഷൻ ദൈവത്തിന് നൽകാൻ കഴിയാത്ത, ദൈവത്തെ അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ നമ്മുടെ സേവാത്മാക്കളെ ദൈവം അയച്ച ദൂതന്മാർക്ക് കഴിയാത്ത എന്ത് പ്രൊട്ടക്ഷൻ 2 ആൾക്കാർ നിന്നല്ല 4 ആൾക്കാർ നിന്ന 4 ബ്ലാക്ക് കാറ്റ്സ് നിന്നാ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇത് ഹല്ലേലൂയ. അപ്പം ഇത് എന്താ ചെയ്യാം? ആർക്കാ ചെയ്യാൻ പറ്റുന്നത്? ആർക്ക്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളിവിടെ അതുകൊണ്ട് ഇവിടെ പ്രമാണിമാരെ, ഹല്ലേലൂയ, പ്രമാണികൾ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ പൗലോസ് പറയുന്നത് കേട്ടാ, പ്രമാണി എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു, നേരെ മറിച്ച് പരിച്ഛേദന അപ്പോസ്തലത്തിന് പത്രോസിനെ വ്യാപരിച്ചും ജാതികൾക്ക് എന്നോടെയും വ്യാപരിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പം പരിച്ഛേദനക്കാർക്കിടയിൽ ഹല്ലേലൂയ പത്രോസിന് ഉപയോഗിച്ചപ്പോ ജാതികൾക്കിടയിൽ ദൈവം പൗലോസിന് ഉപയോഗിക്കുന്നതായിട്ട് ആണ്. അപ്പം അതുപോലെ അപ്പം ഇതെല്ലാം പറഞ്ഞ് എന്നെ പല സുവിശേഷ വചനം പരമേൽപ്പിച്ചു എന്ന് കണ്ടത്. അപ്പൊ ദൈവമാണ് അവിടെ അഗ്രചർമ്മക്കാരുടെ ഇടയിൽ എന്നെ സുവിശേഷം പരമേൽപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് പോയ കാര്യത്തെ, അപ്പൊ അവിടെയും പ്രമാണികൾ പറയുന്നത് കേൾക്കാനായിട്ടല്ല പൗലോസ് ചെവി കൊടുത്തത്, അവിടെയും ദൈവം എന്ത് പറയുന്നു എന്ന് കേൾക്കാനായിട്ടാണ്. അടുത്ത അതിനെക്കാട്ടി ഇത് 14-ാം വാക്യത്തിൽ വരുമ്പോഴാ അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, നീ യഹൂദ മര്യാദപ്രകാരം ജാതികളുടെ മര്യാദപ്രകാരം ജീവിക്കുന്നെങ്കിൽ നീ ജാതിയിലെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത്. അയ്യടാ, ഇത് ആരോടാന്നറിയാ? 1-ാമത്തെ അപ്പോസ്തലൻ, സഭയുടെ താക്കോല് യേശുക്രിസ്തു ഏൽപ്പിച്ച ആള്. ഹല്ലേലൂയ. ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട പത്രോസിനോടാണ് ഈ പറയുന്നത്. പൗലോസ് ആ സമയത്തൊന്നും വിശ്വാസതയുടെ കൂട്ടത്തിൽ പോലും ഇല്ല, പിന്നീട് വന്ന. പക്ഷേല് പത്രോസ് ആയിട്ട് പോലും ഹല്ലേലൂയ അവിടെ ഒരു ദുരുപദേശം എന്ന പോലെ ഒരു കാര്യം അവിടെ അറിയിച്ചത്, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നിർബന്ധിച്ചപ്പോൾ അവിടെ പരസ്യമായിട്ട് പത്രോസിന്റെ എതിർത്ത് നിൽക്കുന്ന ഒരു പൗലോസിനെ നമ്മൾ കാണുന്നുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലൻ, ഹല്ലേലൂയ, എന്താ ഇതിനുള്ള ധൈര്യം എവിടുന്ന് വന്ന് പൗലോസ് ചോദിച്ചാൽ പറയും, ഞാൻ പ്രാപിച്ചതും ഞാൻ കേൾക്കുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും ഹല്ലേലൂയ സകലം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്, ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം പറയുന്നതിനപ്പുറത്തേക്ക് പ്രമാണികളല്ല ഇനിയിപ്പോ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും അതെ. അപ്പൊ അവിടെ പറയുന്ന കാര്യം അത് ഒരു റൈറ്റ് ആയിട്ട് കാര്യമാണ്. ഹല്ലേലൂയ. പരിച്ഛേദനക്കാര് അവിടെ ജാതികളിൽ അവരെ പരിച്ഛേദന അങ്ങനെ മര്യാദ പ്രകാരം നടക്കാനൊക്കെ അവർ പ്രേരിപ്പിക്കുന്ന സമയത്താണ് ഇത് പറയാനായിട്ട് ഇടയായത്. അപ്പം അന്ന് പൗലോസ് ശബ്ദം ഉയർത്തുന്നത് ദൈവത്തിന്റെ ഹല്ലേലൂയ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. തെറ്റിച്ചാല് സുവിശേഷത്തെ മറിച്ച് കളയുന്ന എന്ത് വിപരീത ഉപദേശം ഉണ്ടായാലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അടുത്ത 20-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിന് ജീവിക്കും, ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു, ഞാൻ ജഡത്തെ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നത്തെ ഏൽപ്പിച്ച ദൈവപുത്രങ്ങളുടെ വിശ്വാസത്തലത്തിനെ പറയാം. അപ്പം പൗലോസ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത്
ഞാനല്ല, ഞാൻ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പൊ ജീവിക്കുന്നത് ആരാ? ക്രിസ്തു തന്നെ ജീവിക്കുന്നത്. അപ്പം ഇത് ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്? അവിടെ കൃത്യമായി പറയുന്നത് ഹല്ലേലൂയ, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു ദൈവപുത്രങ്ങളുടെ വിശ്വാസത്തിൽ അത്രേ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച് തന്ന ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ മാത്രം ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആമേ ഹല്ലേലൂയ, ഇപ്പം ഞാൻ എന്ന പഴയ ആളല്ല. പഴയ ആളാണെങ്കിൽ അല്ലെ ബാക്കി പലതിലേക്കും പോകും. പക്ഷേല് ഇവിടെ അന്ന് പഴയ ആളെന്താ, അവിടെ ഉണ്ടാകുന്ന ന്യായപ്രമാണ ശാസ്ത്രിമാരെയും ആ പ്രമാണികളെ പരീക്ഷന്മാരെ അല്ലെങ്കിൽ അവരുടെ പള്ളിപ്രമാണി ഒക്കെ പ്രസാദിപ്പിക്കാനായിട്ടാണ് നടന്നല്ലേ. അതുകൊണ്ടല്ലേ കൊന്നു മുടിക്കാനായിട്ടും ഇവരെയൊക്കെ വലിച്ചടിക്കാനായിട്ടും ഒക്കെ നടന്നുവെച്ചാൽ അവിടെയുള്ള അന്നത്തെ അധികാരസ്ഥന്മാരെ പ്രസാദിപ്പിക്കാനായിട്ട് അന്ന് ജീവിച്ചു. പക്ഷെ ഇപ്പൊ ആ വ്യക്തി അങ്ങ് മരിച്ചു. ഇപ്പൊ ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നെ. ആ ക്രിസ്തു ഇപ്പൊ എന്നീ ജീവിക്കുന്നത് കൊണ്ട് ഞാനിപ്പം ആ ദൈവോത്തരങ്ങളെ വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഇനി ഞാൻ ആർക്കും മനുഷ്യർക്ക് കീഴടങ്ങി ജീവിക്കത്തില്ല. അടുത്ത പറയുന്നത് അടുത്ത അധ്യായത്തിൽ പറയുന്ന വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തു വിശ്വാസം ലഭിക്കാൻ തിരുവഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടച്ചു. അപ്പൊ പാപത്തിൻ കീഴ് ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു ന്യായപ്രമാണം തെറ്റാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ന്യായപ്രമാണം തെറ്റാണ് എന്നൊക്കെ ചോദിച്ച ശേഷം അപ്പം നമ്മുടെ അബ്രഹാമിനെ കുറിച്ച് അബ്രഹാമിന്റെ സന്തതികളെന്നല്ല സന്തതി യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശ്വാസത്താൽ പ്രാപിച്ചതാണ് എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് അപ്പം അടുത്ത് വന്നേക്കുന്ന വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വിശ്വാസം ലഭിക്കാൻ തിരുവഴുത്ത് എല്ലാവരുടെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് ആമീൻ ഹല്ലേലൂയ അവിശ്വാസത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ന്യായപ്രമാണത്തിന് കീഴ് എല്ലാവരെയും ന്യായപ്രമാണത്തിലൂടെ പാപത്തിൻ കീഴ് എല്ലാവരും അടച്ചു കളഞ്ഞത് ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരമായിരുന്നു പറയുന്നത്. ആമീൻ ഹല്ലേലൂയ. ഇത്രയല്ലേ വായിച്ചത് 4-ാം അധ്യായത്തില്. സരവസ്ഥ വേറെ വാക്യം വായിച്ചായിരുന്നോ? 3:22 വരെ വായിച്ചു. 3:22 വരെ വായിച്ചു അല്ലെ? മതി. അപ്പം ഇവിടെ നമ്മൾ വായിച്ചു കേട്ട എല്ലാ വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഇതിനകത്ത് എല്ലാം പറഞ്ഞേക്കുന്നത്. കാരണം നമ്മളെല്ലാവരും അല്ലെ ദൈവത്തെ അനുസരിക്കാനുള്ള കാരണം നമ്മുടെ എല്ലാവരും തിരഞ്ഞെടുപ്പ് ദൈവത്താൽ സംഭവിച്ചതാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവമാണ്, നമ്മളെ വേർതിരിച്ച ദൈവമാണ്, നമ്മളെ അഭിഷേകം ചെയ്ത ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാത്തിനും ആക്കി വെച്ചു. അപ്പൊ ദൈവത്തിന്റെ വചനം ഇപ്പൊ നമുക്ക് അന്ന് ദൈവം പറഞ്ഞതിനപ്പുറം ഇന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇന്ന് നമ്മളോട് ചിലപ്പോൾ ദൈവം നേരിട്ട് പറയുന്നുണ്ടാവും, ചിലപ്പോൾ നേരിട്ട് പറയാതെ. പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാവുന്ന രീതിയിൽ നമ്മൾ ആര് പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളരുത്. ഹല്ലേലൂയ. അതിപ്പോ ഞാൻ എപ്പോഴും പറയും, നമ്മൾ പാട്ട് കേൾക്കുമ്പോഴാകട്ടെ ഒരു വചനം കേൾക്കുമ്പോഴാകട്ടെ എപ്പോഴും നമ്മൾ സ്പിരിറ്റിൽ ഹല്ലേലൂയ അതിന് റിസീവ് ചെയ്തിരിക്കണം. സ്പിരിറ്റിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുകയാണെങ്കിൽ സ്പിരിറ്റിലാണ് നമ്മളത് കേൾക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നാൽ ഒരു ചെറിയൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ പോലും പരിശുദ്ധ അപ്പൊ തന്നെ നമുക്കത് ഹല്ലേലൂയ നമുക്ക് അന്നേരം തന്നെ കറക്റ്റ് ചെയ്ത് തരും. കാരണം വെച്ചാൽ നമ്മൾ റോങ് ആയിട്ടൊരു സാധനം എടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കയറ്റാനായിട്ട് ദൈവാത്മ സമ്മതിക്കത്തില്ല. അപ്പൊ അവിടെയൊക്കെ ആര് പറയുമ്പോഴും തെറ്റാണ് പറയുന്നതെങ്കിൽ അത് ഒരു ദുരുപദേശമാണ് വരുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ ചിലപ്പം അവർ പഠിച്ചതിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ ഇതാണ് പറയുന്നെങ്കിൽ പോലും നമ്മളത് നമുക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ളവരെ നമ്മൾ പറയണം. അത് അങ്ങനെയല്ല ഇങ്ങനെ അല്ലേ എന്ന് ചോദിക്കണം, തർക്കിക്കാനല്ല. അപ്പൊ നമ്മൾക്ക് ആർഗ്യൂ ചെയ്യേണ്ട കാര്യം. പക്ഷേ അവരിപ്പോ നമ്മളോട് എന്ത് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ തരുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയും, ഇപ്പൊ എനിക്ക് എത്ര അടുപ്പമുള്ളതാണെങ്കിലും എത്ര നമുക്ക് അത്ര വചനത്തിലുള്ള പ്രാവീണ്യമുള്ളവരാണെങ്കിലും പക്ഷെ ദൈവത്തിന്റെ ആത്മാ എന്നോട് കാര്യം ഇടപെട്ടാൽ ഞാൻ ആ ദൈവത്തിന്റെ ആത്മാ പറയുന്നത് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. കാരണം മറ്റാരും പറഞ്ഞ് വിശ്വസിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം ഒരിക്കലും തെറ്റത്തില്ല. മനുഷ്യമായ പഠനം അടുത്ത സമയത്ത് ഒരു കാര്യമാണ് ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഗോത്രങ്ങളെ കുറിച്ചും വളരെ വെച്ചിട്ട് അപ്പൊ അത് കേട്ടോണ്ടെങ്കിൽ പരിശുദ്ധാത്മ എന്നോട് ഇടപെട്ടു. ആരല്ലേ അപ്പൊ ഞാനത് പറഞ്ഞു ഇതുപോലെ അല്ലേന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും അതിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോണ്ടിരിക്കുമ്പോൾ വെച്ച് ഇപ്പൊ ഞാൻ കൺവിൻസിങ് ആയി. ഞാൻ കൺവിൻസിങ് ആയിട്ട് ഈ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്, അത് വചനത്തിലേക്കാണ്. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞ ശബ്ദം എന്റെ ചെവി കൃത്യമായിട്ടുണ്ട്, അത് 12 തന്നെയാണ്, ഞാനത് വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി തന്നെ ദൈവം ആ ദേവദാസന് ദർശനം കൊടുത്തു, അത് 12 തന്നെയാണെന്ന്. അപ്പൊ രാത്രി തന്നെ ഉറക്കം എഴുന്നേറ്റ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം ഉറപ്പാ, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും എന്റെ കാര്യം മാത്രമല്ല, നമ്മൾ എല്ലാവരുടെ കാര്യം ഇതുപോലെ എല്ലാവരും വചനം കേൾക്കും. ഇപ്പൊ ഞാൻ പറയുമ്പോഴാണെങ്കിൽ ഞാൻ മാനുഷ്യമായിട്ട് ചിലപ്പോൾ എല്ലാം വചനവും ഞാൻ
ആത്മാവിൽ തന്നെ അല്ല, ചിലത് ഞാൻ പ്രിപ്പയർ ചെയ്ത്, ചിലത് ചിലപ്പോൾ കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന വചനം ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി നമ്മൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സാധനമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനെയുണ്ടെങ്കിൽ കേൾക്കുന്നവർ ആരാണെങ്കിലും ഞാൻ പറയാം തിരിച്ച് അറിയിക്കണം, അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. ഇപ്പൊ കമന്റിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ ആത്മാവ് പറഞ്ഞു തരുന്ന അറിയിക്കണം കേട്ടോ. ആരെങ്കിലും പറഞ്ഞ് ഇപ്പൊ കേട്ട് പഠിച്ച പറയരുത്, അല്ല ആത്മാവ്. അപ്പൊ കമന്റ്, അപ്പൊ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയാം, നമുക്ക് തെറ്റ് പറ്റത്തില്ലെന്ന് ഞാൻ പറയും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നമ്മളെ ദൈവത്തിനോട് മാത്രമാണ് നമ്മൾ മനുഷ്യരോട് വിശ്വസ്തരായിരിക്കണം. പക്ഷെ ഒരു ശുശ്രൂഷയുടെ കാര്യത്തിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല നിങ്ങളാകേണ്ടത്, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തത, നമുക്കൊരു ജോലി തരുന്ന ഒരു ജോലി, ഒരു കമ്പനിയുടെ ഓണറിനോട് നമ്മൾ എത്ര വിശ്വസ്തരായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ദൈവരാജ്യത്തിലെ നമ്മുടെ സുവിശേഷം എന്നല്ല, സുവിശേഷ പ്രഘോഷണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവമാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിനോടും വിശ്വസ്തതയുള്ളവരായിരിക്കണം. മനുഷ്യന്റെ കൽപ്പനകളെ മനുഷ്യന്റെ ഇഷ്ടത്താൽ വളച്ചൊടിച്ച് പറയാനായിട്ട്, നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരിക്കലും വചനത്തെ വളച്ചൊടിക്കരുത്. ഹല്ലേലൂയ. അത് ആരെങ്കിലും പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട്ടത് ചെയ്യുകയും ചെയ്ത്. ഹല്ലേലൂയ. ആമേൻ. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. കുറച്ചുകൂടെ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ തൊണ്ട നല്ല പ്രോബ്ലം, അതുകൊണ്ട് ആമേൻ. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ചിന്തിക്കാം.